ഹലോ സുഹൃത്തുക്കളെ, എന്നെ കേൾക്കാൻ താല്പര്യമുള്ളവർ കേട്ടാൽ മതി. ആരും അടിച്ചേൽപ്പിക്കൊന്നുമില്ല. പക്ഷേ ഞാൻ ഒരാളെ അനുഭവമാണ് ഈ പറയണത്. ഞാൻ 2006 മുതൽ പരിചയമുള്ള ഒരു കൂട്ടുകാരുണ്ട്. അവനെ ഇന്നലെ ഞാൻ കണ്ടപ്പോൾ അവനായിട്ട് സംസാരിച്ചപ്പോൾ അവൻ്റെ ഒരു അവസ്ഥ കേട്ടപ്പോൾ ഉണ്ടല്ലോ, ഒരു കുടുംബത്തിൽ അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ, എല്ലാ കുടുംബം അങ്ങനെയാണെന്നും എല്ലാ ഫാമിലി അങ്ങനെയാണെന്നും ഞാൻ പറയാൻ തയ്യാറില്ല. നല്ല കുടുംബങ്ങളുണ്ട്, നല്ല എന്താ പറയുക, നല്ല ഇതിൽ പോണ ആൾക്കാരൊക്കെ ഉണ്ട്. എന്തിനു പറയണേ, അദ്ദേഹം വന്നിട്ടാണ് ആ കുടുംബം ഒന്ന് കര കയറിയിട്ടുള്ളത്. ഉപ്പാക്ക് ഒരുപാട് സ്വത്തും ഉമ്മാക്ക് ഒരുപാട് സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് അവർക്ക് വീടൊക്കെ ഒരു ചെറിയൊരു വീടായിരുന്നു. അങ്ങനെ അദ്ദേഹം ആ വീടൊക്കെ പൊളിച്ച് നന്നാക്കി പെങ്ങന്മാരെ കല്യാണം കഴിച്ച് അനിയന്മാർക്കൊക്കെ നല്ല എന്താ പറയുക പഠിപ്പിച്ച് നല്ല നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജോലിയും കാര്യങ്ങളൊക്കെ ആയി. അവരൊക്കെ നല്ല സംഭവങ്ങളിലൊക്കെ എത്തിപ്പെട്ട് അദ്ദേഹം ഉണ്ടാക്കിയതാണ് തറവാട് വീട്. അദ്ദേഹം അതിന് ശേഷം അദ്ദേഹത്തിന്റെ ഉമ്മ പറഞ്ഞതാണല്ലോ, മോനെ ഉമ്മാന്റെ സ്ഥലത്ത്, അവിടെ ഉമ്മാന്റെ സ്ഥലമാണല്ലോ, അപ്പൊ ഉമ്മാന്റെ സ്ഥലത്ത് ഈ വീട് ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഉമ്മാന്റെ വാക്ക് അനുസരിച്ച് മോനെ അവനെ അവിടെ ഒരു വീടുണ്ടാക്കി. അദ്ദേഹം കഷ്ടപ്പെട്ട്, അദ്ദേഹം എന്നോട് പറയാം, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ ആ വീട് ഉണ്ടാക്കിയത്. എന്താന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വീടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അത് മാത്രല്ല, ആ സ്ഥലമാണെങ്കിൽ അന്ന് അത്ര വലിയൊരു വില ഉള്ള സ്ഥലമല്ലല്ലോ. ഇപ്പൊ അതിന്റെ മുന്നിൽ കൂടി ഹൈവേ റോഡ് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ വന്നപ്പോൾ ആ സ്ഥലത്തിന് നല്ല മാർക്കറ്റും കാര്യങ്ങളൊക്കെ ആയി. അപ്പൊ അതിന്റെ ബാക്കിൽ തന്നെ അതിന്റെ സൈഡിലൊക്കെ ആയിട്ട് കുറെ സ്ഥലങ്ങൾ ഉമ്മാക്ക് വേറെ ഉണ്ടല്ലോ. ഇപ്പൊ എന്തിനു പറഞ്ഞ് ആ വീടൊക്കെ ഉണ്ടാക്കി ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ഉമ്മ മരണപ്പെട്ടു. ഇപ്പൊ ഉമ്മ മരിച്ചിട്ട് കുറച്ചായി എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോ പെങ്ങന്മാർക്ക് അതിൽ ഓരി വേണം, അനിയനക്ക് വേണം, മറ്റുള്ളവർക്കൊക്കെ അതിന്റെ ഓരി വേണം. അപ്പോ ആ വീടിന്റെ കാര്യം സംസാരിക്കുമ്പോ പറയണത് എന്താണെന്നറിയോ, ഉമ്മ എന്റെ പേരിൽ എഴുതി തന്നിട്ടൊന്നുമില്ലല്ലോ, ഉമ്മ എന്നോട് അവിടെ വീടുണ്ടാക്കാൻ പറഞ്ഞു എന്നുള്ള ആ ഒരു വാക്കല്ലേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇത്രയും കഷ്ടപ്പെട്ട് പെങ്ങന്മാരെ കല്യാണം കഴിച്ചു കൊടുത്ത് അനിയന്മാർക്കൊക്കെ നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ കൊടുത്ത് അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കി. തറവാടും അയാൾ ഉണ്ടാക്കിയതാണ്. പിന്നെ നിക്കണ അവനക്ക് ഒരു സ്വന്തം ഒരു വീടും ഉണ്ടാക്കിയ. അവന്റെ മോനാണെങ്കിലും അവൻ കുറേ ലേറ്റ് ആയിട്ടാണ് കല്യാണം കഴിച്ചത്. പാവാണ്. എന്താ പറയാ, ഇപ്പൊ 10ാം ക്ലാസ്സിലേക്കാണ്. ഇപ്പോ അതിന് പെങ്ങന്മാർക്കും പിന്നെ അനിയൻക്കൊക്കെ ഓരി വേണം. ആ എന്താ പറയാ, ആ സ്ഥലത്തിന് നല്ല മാർക്കറ്റ് ഉണ്ട്. എന്താ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ. എല്ലാ കുടുംബം ഞാൻ അങ്ങനെയാണെന്നൊന്നും പറയില്ലട്ടാ, പല ആൾക്കാരും ഇങ്ങനെയാണ്. പക്ഷെ ഈ ഇത്രയും ചൂടും ഇത്രയും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് അദ്ദേഹം കഷ്ടപ്പെട്ടൊരു വീടുണ്ടാക്കിയിട്ട് ആ വീടിന്റെ ഒരു അവസ്ഥ എങ്ങനെ ആകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ്. അപ്പൊ എനിക്ക് പറയാനുള്ള എന്താ പറയാ, മക്കളെ, നമ്മളെപ്പം അമ്മയൊക്കെ ജീവിച്ചിരിക്കുമ്പോ ഈ അവിടെ വീടുണ്ടാക്കിക്കോ എന്ന് പറഞ്ഞാണ്ട് ആ വാക്കുമ്പോ വീടുണ്ടാക്കി കഴിഞ്ഞാൽ ഈ അവസ്ഥയാണ് ഇക്കാരുണ്ടാവുക. നമ്മളെ ചോരയാണ്, നമ്മളെ സ്വന്തമാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ആദ്യം ഒന്ന് മുൻകൂട്ടി കരുതുക. കഥ പറയാനുള്ളത് കഴിയണത് ഒരു 5 സെന്റ് സ്ഥലം എടുത്തിട്ട് വീടുണ്ടാക്കിക്കോളി മക്കളെ. അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയതും കഷ്ടപ്പെട്ടതൊക്കെ വെറുതാവും. മനസ്സിലായില്ലേ? ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു കഷ്ടപ്പാടാണ് ഒരു വീടുണ്ടാക്കുക എന്നുള്ളത്, അല്ലേ? ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു വീടുണ്ടാക്കണം എന്നാണ്. ആ വീടുണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ ഒരു മനുഷ്യന്റെ പകുതി ആയുസാണ് ഒരു വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ 5 വർഷം, ചിലപ്പോൾ 6 വർഷം, ചിലപ്പോൾ 10 വർഷം പിടിക്കും. അങ്ങനെ കഷ്ടപ്പെട്ടൊരു വീടുണ്ടാക്കിയിട്ട് ഈ ഒരു അവസ്ഥ വന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ് എന്താ അവസ്ഥ എന്ന്. എന്തായാലും ആർക്കും വരാതിരിക്കട്ടെ. എല്ലാ കുടുംബം അങ്ങനെയാണെന്ന് ഞാൻ പറയില്ലട്ടാ, ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ്. അപ്പൊ അതിങ്ങനെ കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി. അപ്പൊ ആർക്കും അങ്ങനത്തെ ഗതിയൊന്നും വരാതിരിക്കട്ടെ. ഇത്രയും ചൂടൊക്കെ കൊണ്ടിട്ട് ഒരു വീടുണ്ടാക്കിയിട്ടേ അതിന്റെ ഒരു അവസ്ഥ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അപ്പൊ അത് അറിഞ്ഞപ്പോൾ ഇങ്ങനെ ഒന്ന് പങ്കുവെച്ച്. ഞാൻ ഒരുപാട് കാലമായിട്ട് പരിചയമുള്ള എൻ്റെ ഒരു കൂട്ടുകാരനാണ്. എന്താ അല്ലേ അവസ്ഥ?